നമസ്കാരം. അങ്ങനെ എല്ലാവർക്കും ആശ്വാസമായി സഞ്ജു സാംസൺ UAE-ക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട, കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജുവിൻ്റെ പ്രകടനം ഇതിന് വലിയ കാരണമായിട്ടുണ്ട് എന്നത് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഏഷ്യ കപ്പ് പോലൊരു T20 ഫോർമാറ്റിൽ, ഇത്തവണ ഏഷ്യ കപ്പ് 2020 ഫോർമാറ്റിൽ കളിക്കുന്നു. KCL-ൽ സഞ്ജുവിന് 368 റൺസ്, അതിൽ 30 സിക്സുകളോളം വരും. അതിലെ തേർഡ് ഹയസ്റ്റ് റൺ ഗെറ്ററായിട്ട് മാറുന്നു ആ ടൂർണമെൻറ്റിൽ. ഉറപ്പായിട്ടും സെലക്ടേഴ്സിൻ്റെ ഉള്ളിൽ സഞ്ജുവിൻ്റെ റീസെൻറ്റ് ഫോം, 2020-ലെ റീസെൻറ്റ് ഫോം അതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഞാൻ ചില കമൻറ്റ്സ് വായിച്ചു, KCL പോലൊരു ടൂർണമെൻറ്റ് എങ്ങനെയാണ് ഏഷ്യ കപ്പ് പോലൊരു വലിയ ടൂർണമെൻറ്റ് ബാധകമാകുക? ഉറപ്പായിട്ടും ഒരു പ്ലെയറിൻ്റെ ഫോം വളരെ നിർണായകമാണ്. സെലക്ടേഴ്സ് അത് നല്ല രീതിയിൽ തന്നെ കണക്കിലെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആശ്വാസകരമായിട്ട് തന്നെ UAE-ക്കെതിരായ മത്സരത്തിൽ സഞ്ജു സാംസൺ ടീമിലുണ്ട്. ഇനി ചോദ്യം, 14-ന് പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൽ സഞ്ജു കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെ ഒരു 50-50 ചാൻസ് മാത്രം എടുത്താൽ മതി. കാരണം ഇന്നത്തെ മത്സരം വളരെ നിർണായകം തന്നെയാണ്. ഇന്ത്യ ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. UAE ഏറ്റവും ചുരുങ്ങിയ സ്കോറിൽ പിടിച്ചു കെട്ടുക, ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വിജയിക്കുക, റൺ റേറ്റ് കൂട്ടുക. സിമ്പിൾ ടെക്നിക്, സിമ്പിൾ ടെക്നോളജി, സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. ക്രിക്കറ്റ് ഉണ്ടായ കാലം മുതൽ തന്നെ ക്യാപ്റ്റന്മാരുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ക്രിക്കറ്റായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ടോസ് ആദ്യം നേടിക്കൊണ്ട് ബൗളിംഗ് എടുക്കുക. പ്രത്യേകിച്ച് തന്നെക്കാൾ വളരെ എക്സ്പീരിയൻസ് കുറവുള്ളൊരു നേഷനുമായിട്ട് കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് UAE-യുമായിട്ട് കളിക്കുമ്പോഴേക്കും അത് സ്വാഭാവികം തന്നെയാണ്, വലിയ ഞെട്ടലൊന്നുമില്ല. പക്ഷേ 14-ാം തീയതി പാകിസ്ഥാനെതിരെ സഞ്ജു കളിക്കുമോ? UAE-ക്കെതിരെ സഞ്ജു കളിക്കുന്നത് നമുക്ക് സന്തോഷമുണ്ട്, കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പാകിസ്ഥാനെതിരെ സഞ്ജു ടീമിലുണ്ടാകുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്ന ചോദ്യം. 14-ാം തീയതി ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു മത്സരം. അത് ഇവർ ഉറ്റുനോക്കുന്ന ഒരു മത്സരം. ആ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി സഞ്ജു ഇറങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം പ്രാക്ടീസ് സെഷനിലൊട്ടാകെ തന്നെ ജിതേഷ് ശർമ്മയാണ് പ്രാക്ടീസ് സെഷൻസിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഞ്ജു ഇറങ്ങുന്ന പൊസിഷൻ വളരെ നിർണായകമാണ്. സഞ്ജു പോലൊരു ഓപ്പണർ ഏത് പൊസിഷനിലാണ് ആയിരിക്കും ഇറങ്ങുക എന്നുള്ളത് വളരെ നിർണായകമാണ്. ആൻഡ് ഇൻ കേസ് സഞ്ജു, ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എടുക്കാം. UAE-ക്കെതിരായ മത്സരത്തിൽ സഞ്ജു തിളങ്ങിയാൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് സഞ്ജു പാകിസ്ഥാനെതിരെ കളിക്കും എന്നുള്ളതിൽ തർക്കമൊന്നും വേണ്ട. ഒരു ഡൗട്ട് വേണ്ട, 1% ഡൗട്ട് വേണ്ട. കാരണം സഞ്ജുവിന് KCL-ലുള്ള ഫോം UAE-ക്കെതിരെ സഞ്ജു, അതായത് ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു അത് പുലർത്തിയാൽ ഒരു ഡൗട്ടും ഇല്ലാതെ സഞ്ജു പാകിസ്ഥാനെതിരെ കളിക്കാം. മറിച്ച് UAE-ക്കെതിരെ മത്സരത്തിൽ സഞ്ജു ഔട്ട് ഓഫ് ഫോം ആയാൽ, അതായത് ഇന്നത്തെ മത്സരത്തിൽ സഞ്ജുവിന് വളരെ ലോ സ്കോർ മാത്രം സ്കോർ ചെയ്ത് പുറത്തായാൽ, നോട്ട് ഔട്ട് ആയാലും കുഴപ്പമില്ല, പുറത്തായാൽ അവിടെ ജിതേഷ് വഴി ഉറപ്പാണ്. കളി സിമ്പിളാണ്. അതാണ് നിലവിലത്തെ സാഹചര്യമായിട്ട് എത്തി നിൽക്കുന്നത്. കാരണം ജിതേഷും സഞ്ജുവും ടീമിന് വളരെ വേണ്ടപ്പെട്ട 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ തന്നെയാണ്, പ്രത്യേകിച്ച് T20 ഫോർമാറ്റിൽ. ജിതേഷിന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സെലക്ടർമാർക്കും കഴിയില്ല. കാരണം ജിതേഷും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ സഞ്ജുവിന് മികച്ച ഫോമിലാണ് താനെന്ന് വീണ്ടും തെളിയിക്കാൻ സാധിച്ചാൽ പാകിസ്ഥാനെതിരെ സഞ്ജു കളിക്കും. അല്ലാത്ത പക്ഷം ജിതേഷിന് ആ സ്ലോട്ട് പോകും. പിന്നെ നമ്മൾ കിടന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. UAE പോലൊരു താരതമ്യേന വളരെ കുറവ് എക്സ്പീരിയൻസ് ഉള്ള, താരതമ്യേന ഇത്രയും വലിയ എക്സ്പോഷർ ഇല്ലാത്തൊരു ടീമിനെതിരെ സഞ്ജുവിന് തിളങ്ങാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് വിശ്വസിച്ച് പാകിസ്ഥാനെതിരെ കളിക്കുമെന്നൊരു ചോദ്യം വളരെയധികം പ്രസക്തമായിട്ട് വരും. അതും വളരെ നിർണായകമായൊരു ചോദ്യമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലേയിങ് 11 നോക്കിയേ: അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, സഞ്ജു സാംസൺ, ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി 12th മാൻ. ഇവിടെ എന്തായാലും ബാറ്റിംഗ് ഓർഡറിൽ ശുഭ്മാൻ ഗില്ലിന് താഴോട്ട് കൊണ്ടുവരില്ല. ശുഭ്മാൻ ഓപ്പണിംഗ് ആണ് വരുന്നത്. അപ്പോൾ ശുഭ്മാൻ ഉള്ളപ്പോൾ സഞ്ജുവിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാവും. ശുഭ്മാനും അഭിഷേക് ശർമ്മയും കൂടി ഓപ്പണിംഗ് ഇറങ്ങുന്നു. സഞ്ജു എവിടെ ഇറങ്ങും? തിലക് വർമ്മയെ ഇന്നറ്റ് 3 നിന്ന് മാറ്റാൻ ഒരു സാധ്യതയില്ല. കാരണം തിലക് വർമ്മ ഇന്നറ്റ് 3-ൽ പെർഫെക്റ്റ് ആണ്. ഇന്നറ്റ് 4-ൽ സൂര്യകുമാറും വരുന്നെങ്കിൽ ഇന്നറ്റ് 5 സഞ്ജു 3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ വരും. അവിടെ സഞ്ജുവിന് തിളങ്ങാനുള്ള സ്പേസ് ഉണ്ടാവുമോ? വളരെ നിർണായകമായ ചോദ്യം. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം, സഞ്ജുവിൻ്റെ പൊസിഷൻ അല്ല അത്. സഞ്ജുവിൻ്റെ പൊസിഷൻ ഇന്നറ്റ് 5 അല്ല. അവിടെ സഞ്ജുവിന് എത്രമാത്രം തിളങ്ങാൻ സാധിക്കുമെന്നൊരു വലിയ ചോദ്യം. പോയിന്റ് നമ്പർ 2. ഇത് രണ്ടും കൂടെ സഞ്ജുവിന് മാനേജ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ സഞ്ജുവിന് ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം സഞ്ജുവിന് കഴിഞ്ഞ് വരാൻ പോകുന്നത് പിന്നെ ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യയും ഉറപ്പായിട്ടുമായിരിക്കും. കാരണം ഇനി അടുത്ത പിഞ്ച് ഹിറ്റേഴ്സായിട്ടുള്ള 2 പേര് അവരാണ്. പിന്നെ അക്സർ വരും, കുൽദീപ് വരും, ജസ്പ്രീത് വരും, വരുൺ ചക്രവർത്തി വരും. അങ്ങനെ 3 സ്പിന്നേഴ്സ് ആണ് ഇറങ്ങുന്നത്, 2 പേസേഴ്സും. 3 സ്പിന്നേഴ്സ് 2 പേസേഴ്സും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ സഞ്ജുവിന് ഇന്നറ്റ് 5 ആണ് പൊസിഷൻ. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. ആ ഒരു സാധ്യതയിൽ സഞ്ജുവിന് എത്ര തിളങ്ങാൻ സാധിക്കും? UAE പോലൊരു ടീം അങ്ങനെ ഇന്ത്യയെ പിടിച്ചു നിർത്തണം, ബീറ്റ് ചെയ്യണം, അത്രയും വിക്കറ്റുകൾ നേടണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാകിസ്ഥാനെ കുറിച്ച് ആലോചിക്കാം. അതുകൊണ്ട് സന്തോഷിക്കാൻ വരട്ടെ. UAE-യിൽ സഞ്ജു ഉണ്ട്, UAE-ക്കെതിരെ സഞ്ജു കളിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. പാകിസ്ഥാനെതിരെ കടുക്കുന്നത് ഇന്നത്തെ മത്സരം അനുസരിച്ചിരിക്കും.